നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 വർഷത്തിലെ ജനുവരി മാസ ഫലമാണ്. ഈ ഫലത്തെക്കാൾ ഉപരി ജനുവരി മാസം ഈ തിരുവാതിര നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം കൂടുതൽ സുഖകരമാകുമെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു വർഷത്തിന്റെ തുടക്കം എന്ന നിലയിൽ ജനുവരി മാസത്തെ അപേക്ഷിച്ചാണ് മുന്നോട്ടുള്ള മാസങ്ങള് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെ വന്നു ഭവിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. ആ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനുവരി മാസം ഒരു സമ്മിശ്ര മാസമായിട്ടാണ് കാണുന്നത്. കുടുംബത്തിന്റെ സ്വത്തൊക്കെ ഭാഗിച്ചു കിട്ടുവാനും അത് അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്ന ഒരു മാസമാണ്. ജീവിത പങ്കാളിയുടെ സ്വത്തൊക്കെ അനുഭവിക്കാനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട്. കൂടാതെ ഇവരുടെ ജീവിതത്തില് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടാകുകയാണ്. വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹമാകാതിരുന്നവരുടെയൊക്കെ കാര്യത്തിലൊരു വിവാഹമൊക്കെ ആകുന്ന ഒരു സമയമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അതും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പുതിയ ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. പുതിയ ബിസിനസ്, പുതിയ തൊഴിലിലേക്കൊക്കെ മാറുവാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ നേടിയെടുക്കാനും വിദേശത്തൊരു തൊഴിൽ മാറ്റവും ബിസിനസ്സും ഒക്കെ തുടങ്ങാനും ഒക്കെയുള്ള ഒരു സമയമാണ്. എന്നാൽ നിങ്ങൾ ഊഹക്കച്ചവടത്തിന് പോകാതിരിക്കുക. ഊഹക്കച്ചവടത്തില് അത്ര നല്ല ഒരു സമയമല്ല ഇപ്പോൾ. അതൊരു നഷ്ടത്തിലേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൃഷിക്കാർക്കൊക്കെ നല്ലൊരു സമയമാണ്. കാർഷിക വിള ഒക്കെ കൂടുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും കർഷകർക്ക് ജീവിതം സമാധാനകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു സമ്മിശ്ര ഫലമാണ് ഉളവാക്കുന്നത്. വിദ്യാർത്ഥികള് പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ ചേരുമെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാഠ്യപദ്ധതിയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. എന്നാൽ തിരുവാതിര നക്ഷത്രക്കാര് ജനുവരി 1 മുതൽ 5 വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ മുറിവ് ചതവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനമൊക്കെ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് ഓടിക്കുക. ചെറിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ട് വളരെ മേന്മയുള്ള ഒരു മാസമായതുകൊണ്ട് തന്നെ നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ വലത്തെ കൈയിലെ വിരലുകളിൽ ഏതിലെങ്കിലും ഒരു വിരലില് നിങ്ങൾ വെള്ളിമോതിരം ധരിക്കുന്നതും വളരെ നല്ലതാണ്. വെള്ളിമോതിരത്തിന് നെഗറ്റീവ് എനർജികളെല്ലാം ഇല്ലാതാക്കാനുള്ള ശക്തിയുള്ളതാണ്. ജനുവരി 7, 12, 20, 25, 30 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ തീയതികളിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ നന്നായിരിക്കും. കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താൻ ശ്രമിക്കുക. അത് കൃത്യമായിട്ട് അതിന് അർഹതപ്പെട്ട ആൾക്ക് മാത്രം നടത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.